ഗൈസ്, അപ്പോൾ എല്ലാവർക്കും KL20 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ പഴയ വേൾഡ് ഡിലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് അതിൽ വില്ലേജ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ ഞാൻ വില്ലേജ് സ്പോണൊക്കെ ഉള്ള വില്ലേജ് ഇത് സീഡൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ചെറിയൊരു വില്ലേജ് ഉണ്ട്, ഈ വലിയൊരു മഞ്ഞ് മലയാണ്, പിന്നെ സ്പ്രൂസൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് യൂട്യൂബിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. സീഡ് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്കത് പോയി നോക്കാം. ഇവിടെ ഒരുപാട് ഇതൊക്കെ ഉണ്ട്, സ്പ്രൂസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബിൽഡിങ്ങിനൊക്കെ ആവശ്യം വരും. അയ്യോ, ഇതാ പോണ്, ഇത് മറ്റേ സാധനമില്ലേ? ഓ തന്നെ, അത് തന്നെ. ഓ, തണുത്തു വയ്യ. ഇവിടെ ഒരു ബ്ലാക്ക് സ്മിത്തൊക്കെ ഉണ്ട്. ഒരു സെക്കൻഡ് ഗൈസ്. ഓ, സൗണ്ടും കൂടണല്ലേ. ഒരു സെക്കൻഡ്. ഇപ്പം സെറ്റ് ടിങ്ക് ചന്തി പിടിച്ച്. അപ്പോൾ ഗൈസ്, നമുക്കിനി ഡോർ തുറക്കാം. ഇതിനകത്ത് എന്തെങ്കിലും ലൂട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, അതൊന്നും ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അയൺ ഉണ്ടാവും എന്തായാലും, അത് ഇത്ര വലിയ സീഡൊക്കെ ആയിട്ട് കാണാതിരിക്കത്തില്ല. തുറന്നു വാടാ. സത്യമായിട്ടും ചീറ്റിംഗ് അല്ല, നിങ്ങൾക്കാണെങ്കിൽ ഞാൻ സീഡ് കൊടുത്തിട്ടുണ്ടാവും. എനിക്ക് വയ്യ ഗൈസ്. 6 ഡയമണ്ട്, ഒരു ഡയമണ്ട് ഹോഴ്സ് ആർമർ. അതിൽ അയൺ ഉണ്ടാവുമെന്നാണ് അതിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അയൺ ചെസ്റ്റ്. അയ്യോ, ഇത് നിങ്ങൾക്ക് ചീറ്റിംഗ് ആണെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ കളിക്കാം, പക്ഷേ എനിക്കറിയാം ഇത് ചീറ്റിംഗ് അല്ല. 5 ഇതും കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേറെ എന്തെങ്കിലും ഫസ്റ്റ് തന്നെ നമുക്ക് അയൺ പിക്കാക്സ് ഉണ്ടാക്കാൻ പറ്റും. ചീറ്റിംഗ് ആണെന്ന് വെച്ചാൽ എനിക്ക് ഇതിൽ ചീറ്റിംഗ് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സത്യസന്ധമായിട്ടാണ് കളിക്കുന്നത് ഗൈസ്. ഒരു അയൺ ഇത് ഇവിടെ ഉണ്ട്, ഒന്നും കൂടെ വേണമല്ലോ. അതിൽ കൊടുത്തിട്ടുള്ളതെന്ന് 3 ഇത് ബ്ലാക്ക് സ്മിത്ത് ഉണ്ടെന്നാണ്. ഇതിൽ ഒരെണ്ണേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, ഇനിയും 2 ഉണ്ടാവും. അതിൽ എന്തിനൊക്കെ ആയിരിക്കും ലൂട്ട്? ഇവിടെ ഒന്നും ഇല്ലേടി. ഈ വില്ലേജ് നമുക്ക് സീനായിട്ട് നമുക്ക് നോക്കണം. അതിൻ്റെ മണ്ടയിലൊക്കെ വില്ലേജ് സീൻ, എനിക്കൊന്നും പറയാനില്ല. എനിക്ക് വഴി തീർന്ന്. അയ്യോ, എനിക്ക് ഇഷ്ടപ്പെട്ട സീന് സ്ഥലങ്ങളൊക്കെയാണ്. ഈ വില്ലേജ് കാണാൻ തന്നെ നല്ലൊരു ലുക്കുണ്ട് ഗൈസ്. ഇതിനെ മണ്ടയ്ക്ക് നോക്കിയാൽ തന്നെ നമുക്കിത് സീനാക്കും നമ്മുടെ വില്ലേജൊക്കെ. ഇത് മറ്റേ പുള്ളിയുടെ വീടല്ലേ? നിങ്ങൾക്കറിയാം, എൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ തന്നെ സോളോ വൈനറും സുധിയണ്ണനെ കണ്ടതാണ്. അവരെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞത്. തിന്നാൻ കാര്യമായിട്ട് തന്നെ കിട്ടണം. കോമ്പോസ് ഇരിക്കട്ട്. ഹായ്, ഇതും കൊണ്ട് സ്പോണിലേക്ക് പോകാൻ പറ്റില്ലേ? അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് സ്പോണും ഇവിടെ തന്നെയാണ്. അങ്ങോട്ട് തന്നെ കാണിക്കണേ. ഇതും കൊണ്ട് നമുക്ക് തടി വെട്ടാൻ പോവാം. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ അടുത്ത് തന്നെ ചെറിയ ബ്ലോസം ഉണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടെ നല്ല ഇതാണ്, നിങ്ങൾക്ക് സർവൈവൽ കളിക്കാൻ പറ്റിയൊരു സീഡാണ്. അപ്പോൾ ചെറിയ അതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല സീനായിട്ട് തന്നെ നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ തന്നെയൊക്കെ പറ്റുന്നുണ്ട്. നമുക്ക് ഫസ്റ്റത്തെ തടി വെട്ടാൻ പോവാം. അതും വേറൊരു ഇതെന്ന് പറയുന്നത്, ഈ വേൾഡിൽ എൻ്റെ ഫസ്റ്റത്തെ തടി സ്പ്രൂസ് ആയിരിക്കും. എൻ്റെ എല്ലാ ബിൽഡിങ്ങിലും ഞാൻ സ്പ്രൂസിൻ്റെ ഒരിത് കൊടുത്തിരിക്കും. അത് എൻ്റെ ഒരിത്, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കളിച്ചിരുന്ന എല്ലാ വേൾഡിലും എൻ്റെ ഫേവറേറ്റ് തടി എന്ന് പറഞ്ഞാൽ സ്പ്രൂസാണ്. അത് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ലൊരു ടെക്സ്ചറുണ്ട്. പുള്ളി എവിടെ നിൽക്കണേ? അമ്മ ദൈവം, അതിരി. ഓ, ഇതിൻ്റെ മണ്ടയ്ക്കാണ് കയറിയുന്നത്. ഞാൻ പൊട്ടനായി. സോറി കേട്ടോ ചേട്ടാ, അവിടെ ഒന്നു. അയൺകുളത്തിനൊരു സലാം പറഞ്ഞിട്ട് വരാം നമുക്ക്. അതിനു മുമ്പേ നെഞ്ചത്തേക്ക് ഇട്ടേക്കാം. എന്നെക്കൊണ്ട് എനിക്ക് വയ്യ. പിന്നെ അവിടെ റൂയിൻ പോർട്ടലുണ്ട്. റൂയിൻ്റെ പോർട്ടലിൽ പോയി ഇതാണ് എനിക്കിഷ്ടമുള്ളത് ഗൈസ്. ഈ മഞ്ഞിൻ്റെ ഇതാണ്. ചിലപ്പോൾ ഞാൻ അത് പെട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഈ ടോപ്പ് സ്നോ ഇല്ലേ? അല്ല.
എനിക്ക് വയ്യ. ഒരു പാവം പിടിച്ച പൂച്ച എവിടെയാടാ അത്? ഞാനൊരു സേവിയറാണോടാ ഈ വില്ലേജിൻ്റെ. ഒരു പാവം പിടിച്ച പൂച്ച ഇപ്പോൾ ചത്തിട്ടുണ്ടാവും. അതെന്തൊരു ഏർപ്പാട്. ജസ്റ്റ് മിസ്. ഇവിടെ നമുക്ക് റൂയിൻ്റെ പുറകിൽ നിന്ന് സാധനം എടുക്കണതിന് മുമ്പേ ഇവിടെ ഒരു ചെറിയൊരു പണിയുണ്ട്. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ബ്ലോക്ക് പോലും ഇല്ല. ഫസ്റ്റ് വുഡ് വെട്ടണമെന്ന് വിചാരിച്ചത് ഇതൊന്നും അല്ലായിരുന്നു. പക്ഷെ എല്ലാം എന്ത് ചെയ്യാനാ, ചീറ്റിപ്പോയി. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ പെട്ടുപോയി. എന്നെ കൊണ്ട് തീരൂല ഇത്. ഞാൻ രക്ഷപ്പെടും. പെടാതെ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. ഇവിടെയാണെങ്കിൽ വെട്ടം പോലും ഇല്ല. എനിക്ക് ഇഷ്ടമല്ല. അയ്യേ, ഒരു കാര്യം നോക്കട്ടെ. അയ്യേ, ഞാനും ഉണ്ടെന്ന് തന്നെ. ഇവിടെ കട്ടിലുള്ള വീട് ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ പോട്ട് ആ കുഴിക്കാത്തിരിക്കുന്ന വീട്ടിൽ തന്നെ നമ്മൾ നേരത്തെ സാധനം എടുത്തത്. എനിക്ക് ഡയമണ്ടാണ് കിട്ടി. ഇവിടുത്തെ ആളിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കാണിച്ചു തരാം എന്തെങ്കിലും ഉണ്ടായാൽ മതി. ആ ചെസ്റ്റ് ആയിരിക്കല്ലേ, വേറെ ഇതായിരിക്കും. ഇതൊക്കെ ഞാൻ എടുത്തത് തന്നെ. ഇവിടെ കിടന്ന് കട്ടിലൊക്കെ ഉള്ള വീടുണ്ടായിരുന്നില്ല. ഒന്നും കാണാനില്ല. ഇനി ഇപ്പം കിടന്ന് എന്തിനാട്ട എണീരാട്ട. അയ്യോ, ഉറങ്ങട്ടെ ഞാൻ. സത്യം പറഞ്ഞാൽ ഇതൊന്നും അല്ലായിരുന്നു എൻ്റെ ഉദ്ദേശം. 60 നിന്റെ അമ്മൂല്ല എനിക്ക് തന്നില്ല. അയ്യേ മണ്ടയടാ. ഇപ്പോഴാണ് ഒരാശ്വാസമായത്. നമുക്ക് കുറച്ച് 1 2 3 4 ഇത്ര മതിയാവും. ഒന്നുമില്ല. എടാ പണ്ടല്ലടാ ആരൊക്കെ വീട്ടിൽ കയറണത്. ചേട്ടാ വീട്ടിൽ കയറട്ടെ. ചേട്ടാ ഒന്ന് വീട്ടിൽ കയറിയാണ്. ചേട്ടൻ്റെ വീടൊന്നുമില്ലേ. പണ്ടൊക്കെ ഒറ്റ ബെല്ലടിക്കുമ്പോൾ ആളുകൾ വീട്ടിൽ കയറായിരുന്നില്ല. അതെന്തൊരു ഉറപ്പെടുപ്പം. പക്ഷെ ഇവിടെ പുള്ളിയാണെങ്കിൽ വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഒരിത് വേറെ ആരും വീട്ടിൽ കയറണോ? ഇവിടെ ആരും വീട്ടിൽ കയറൂടെ. ഞാൻ മണി അടിച്ചില്ലേ കഷ്ടപ്പെട്ട്. ഫസ്റ്റ് എപ്പിസോഡ് തന്നെ സ്റ്റാർട്ടറിൽ ഒരാളെ നമുക്ക് പൂട്ടിയിടാൻ പറ്റുള്ളൂ. അടുത്ത ആളിനെ നമുക്ക് പൂട്ടിയിടണം. ഇത് മറ്റേ ഇവിടെ അല്ലേ ചേട്ടാ അയൻകോളം. എടാ അയൻകോളടാ മര്യാദയ്ക്ക് ആരെങ്കിലും വിളിച്ച് വീട്ടിൽ കയറിക്കോ. ഇല്ലെങ്കിൽ ഞാൻ ഇന്നെല്ലാത്തിനും തല്ലുകൊല്ലും. അത് നല്ലൊരു പെട്ടി. എല്ലായിടത്തും ഇത് തന്നെ ഫുഡ്. കുഴപ്പമില്ല. മതാര ഉച്ചയ്ക്കിടാൻ സാധനമായല്ലോ.
ഓ ഞാൻ അത് മറന്നു. ഇപ്പോഴാണ് സെറ്റായത്. ഇവിടെ ആരും വീട്ടിൽ കയറൂലേ? മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക് വീട്ടിൽ കയറണം. എന്നെ കൊണ്ട് ചേട്ടാ ചേട്ടാ നമുക്ക് അയൺകുളത്തിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അതിൻ്റെ പെഞ്ചേസ് തന്നെ. എന്തൊക്കെ എന്നെ നോക്കി പേടിപ്പിക്കണ്ട. ഞാൻ ഇന്നങ്ങ് മണ്ട കയറിയിരിക്കും. ഇന്നങ്ങ് മണ്ട കയറി ഇന്നത്തെ മരവും വെട്ടിയിട്ടേ ഞാൻ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു. ഇല്ല അത്രയ്ക്കൊന്നും വേണ്ട. എന്തായാലും ഇന്ന് ആ റോയിൻ്റെ പോർട്ടൽ തുറന്ന് നോക്കിയിട്ട് പോവുള്ളൂ. എന്തിനൊന്നാലും ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഇന്ന് റോയിൻ്റെ പോർട്ടൽ തുറന്നിരിക്കും. പാർക്കൂർ കിങ് ഞാൻ ഈശ്വര പാർക്കൂർ കിങ്. അയ്യേ ഞാൻ പൊട്ടനായി. പാർക്കൂർ കിങ് തേഞ്ഞ് പാർക്കൂർ കിങ് തേഞ്ഞ്. അതും കയ്യിൽ കിട്ടൂലേ? ഇതെന്തൊരു കഷ്ടമാണെന്ന് നോക്കിയാണ്. വീണ്ടും ഇന്നത്തെ ഇത്രയും ഇത് കൊടുത്തോണ്ട് പോകണം എനിക്ക് വീട്ടിൽ പോയി. പാർക്കൂർ കിങ് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ തന്നെ അയ്യോ ഇതാവണം. പാർക്കൂർ കിങ് ഞാൻ തന്നെ പെട്ടി ഇവിടെ അവിടെയല്ലായിരുന്നു. അപ്പോൾ എല്ലാ ബ്ലോക്കിലും നടക്കാൻ ഒരു പേടിയുണ്ട്. അയ്യേ ഇത് അപ്പുറ സൈഡിലായിരുന്നു. ഒരു പ്രിന്റഡ് സ്റ്റീല്. നമുക്ക് നെഞ്ചത്തുള്ള സാധനം ഉണ്ടല്ലേ. പിന്നെ എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മരം വെട്ടി തന്നെ ഇരിക്കും. നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അതിൻ്റെ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ആടൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. ഞാൻ ആടിൻ്റെ പോകാം. ഇതിനെ കൊണ്ട് ഉപയോഗം എന്തിനാണ്? ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മരം വെട്ടൂല. അതെല്ലാം അടുത്ത എപ്പിസോഡ് തന്നെ. ഇവിടെയുള്ള വില്ലേജസിനൊക്കെ സമ്മതിക്കണം ഗൈസ്. അയ്യോ എന്നെ കൊണ്ട് നല്ല തെന്നി പോണു. ഇവിടെയും ഫുഡ് തന്നെ. കപ്പക്കട ഇതൊക്കെ ഉണ്ടായിരുന്നു. 20 പൊട്ട പറ്റിയാ 14